കിച്ചണിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചണിന്റെ പിറകെ പോയാൽ ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. റേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ. രേണുസുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏതിൻ്റെ +2 SSLCയുടെ നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുധി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഓന്ത് നിറം മാറിയാലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് കാരണം അത് ദൈവം കൊടുത്തുള്ള വരദാനം, അവരുടെ ജീവൻ നിലനിൽക്കാനായിട്ട് മറ്റ് ജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള നമ്മൾ ഇതുപോലെ നിറം മാറുകയാണെങ്കിൽ എന്തുമായിരിക്കും നടക്കുന്നത്? മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറങ്ങി അടിച്ച് നമുക്കിടയിലേക്ക് തന്നെ വന്ന് കയറും. കുഞ്ഞാടുകൾക്ക് അഥവാ സാധാരണ ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഒരു ദൈവപുത്രനായിട്ട് ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ആൾക്കൊക്കെ ഇതുപോലുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെ കേട്ടോ. എനിക്ക് ഈ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടേ, പുള്ളി ഞാനുമായിട്ട് സംസാരിച്ച ടോക്കിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് നമ്മുടെ വാട്സപ്പ് ചാറ്റിനകത്ത് അയച്ചിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനെ അടാപടലം ആളെ ഒട്ടും മനസ്സിലാവുന്നില്ല. ഇരട്ട സഹോദരന്മാരിൽ ഒരു സഹോദരൻ പറയുന്നതായിട്ടാണ് എനിക്ക് ഈ നോവൽ ഫിലിപ്പ് അച്ഛനെ കുറിച്ച് ഇപ്പം നിലവിൽ തോന്നുന്ന ഒരു കാര്യം. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം രേണുസുധിയെ സംരക്ഷിക്കുന്ന, രേണുസുധിയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ബിഷപ്പ് പട്ടത്തിൽ വരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുണ്ടായിരിക്കുന്നത്. കാരണം ഒരു ബിഷപ്പ് അദ്ദേഹത്തിന്റെ സഭയുടെ പ്രതിനിധിയായിട്ട്, അത് സഭയുടെ മെയിൻ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു തരത്തിൽ വെറും കുടുംബശ്രീ അല്ലെങ്കിൽ കൊതി, ഞൊണ, കുശുമ്പ്, കുന്നായ്മ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊരു വലിയ ചോദ്യചിഹ്നമായിരിക്കുമല്ലോ ഇതിന് മുന്നിലേക്ക് നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഇദ്ദേഹത്തിന് കുർബാന എടുക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ സമയം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ 2-3 വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാം. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിനകത്ത് അർത്ഥവത്തായിട്ടുള്ള കാര്യമുണ്ടെന്നുള്ള കാര്യം. രേണുസുധിയെ സംബന്ധിച്ച് സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിനായിട്ട് ഇട്ടുകൊടുത്തുള്ള ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നോബൽ ഫിലിപ്പ് തന്നെയാണ്. അതിനുശേഷമാണ് ഇതുപോലുള്ള ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുകൾ നമുക്ക് ആർക്കും ഉള്ളത് ഓരോ ടോപ്പിക്കുകൾ, ഈവൻ കേസ് കൊടുത്തത് സഹിതം ആർക്കും അറിയാത്ത കേസ് കൊടുത്ത കാര്യങ്ങൾ വരെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്താണ് ഈ രീതി സംസാരിക്കുന്നത്, അത് രോഗവിവരം കണ്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. രോഗവിവരം കണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിലേക്ക് കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇട്ടുകൊടുക്കത്തില്ല, ഭീഷണിപ്പെടുത്തത്തില്ല. ഒരു പുരോഹിതൻ പട്ടം അണിഞ്ഞുകൊണ്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ ചെറിയ കാര്യമൊന്നുമല്ല. അതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. എനിക്ക് മനസ്സിലാവുന്നില്ല അതാണോ ജോലി എന്നുള്ളൊരു കാര്യം. ഞാൻ 2 പഴയ ക്ലിപ്പ് ഒന്ന് കാണിക്കാം, അതിനുശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് ഞാൻ പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം ഈ ചേർത്ത് പിടി എങ്ങനെയാണെന്നുള്ളത്. ആരും പോവല്ല, ഇത് മൊത്തം അങ്ങനെ പോകട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളെ ഹൈപ്പ് രേഖപ്പെടുത്തുക. പിന്നെ കേട്ടല്ല കമന്റ് അത് തിരിഞ്ഞു പോയി. അയ്യോ, ഐ എം റിയലി സോറി ഗൈസ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമന്റും പിന്നെ ഹൈപ്പും മര്യാദയ്ക്ക് കൊടുത്തോളൂ. ഇനിയുള്ള കാലം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല അവരെ ഒരു തെറ്റും ചെയ്യുന്നവരല്ല, അവരെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. അവർക്ക് ഞാനൊക്കെ ആ കുടുംബത്തിൽ വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ എന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവസന്നിധിയിൽ വെക്കുക, മധ്യസ്ഥ ചെയ്യുക. ഇത് മാത്രമാണ്. അത് ഞാൻ ചെയ്യും. തുടർന്നും അവർക്ക് വേണ്ട പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്തു തന്നെ കൊടുക്കും. ആ കുടുംബത്തിനോ അല്ലെങ്കിൽ രേണുവിനെ എതിരെ നിന്നിട്ടുള്ള സഹായം ചെയ്തിട്ടുള്ള ആരുമില്ലാതെ എൻ്റെ പൊന്നളിയ യൂട്യൂബ് ഒന്ന് എടുത്തിട്ട് ഈ ഒരു പേര് നിങ്ങളൊന്ന് അടിച്ചു നോക്കേ. എത്ര വീഡിയോസ് ആയിരിക്കും എന്ന് ഇങ്ങനെ മാല നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഒന്ന് ചുമ്മാ ഇടത്ത് കയറി നോക്കിക്കഴിഞ്ഞ് ചിരിക്കാനുള്ള ഒരുപാട് കോമഡി ആയിട്ട് അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവർ ക്ഷീണിതാവസ്ഥ ഇരുന്നാൽ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലേ പറയും നിനക്ക് അടങ്ങാറായില്ലയോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവരൊരു മനുഷ്യ സ്ത്രീയാണ്.
നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണു സുധിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെ, ആ വിശ്വാസം നല്ലതല്ലേ? ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പ് മൊത്തം നിങ്ങൾ കാണണം. ആ വിശ്വാസത്തെ വ്രണപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് ആരാണ്, എന്തിനാണ്, എങ്ങനെയാണ്? നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്ന് പറയാം. ഞാൻ കാണിക്കാം. ഇനിയുള്ള കാലം രേണു സുധിയുടെ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ പല സന്ദർഭങ്ങളിൽ അവരുമായിട്ട് അകന്നു പോകേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് ഞങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഖഭാവത്തിലോ ദേഷ്യഭാവത്തിലോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്തുവാ കേട്ടില്ല? എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ നേരിട്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴിയുള്ള തർക്കങ്ങളായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൊരു കാര്യം. ഞാൻ കാണിക്കാം. അപ്പോൾ ഈ കിച്ചു ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഇതിനകത്ത് കേട്ടോ. അതും കൂടെ ഒന്ന് കാണണം, അത് നിങ്ങൾ കാണണം. നമ്മളുടെ ബിഷപ്പ് കിച്ചുവിനെ എതിരെ പറയാൻ നമ്മുടെ മുന്നിൽ ഇട്ട് തരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. നമ്മുടെ രേണു അത് വിളിച്ച് പറയിപ്പിക്കരുതിട്ട് കിച്ചു എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നമുക്ക് രണ്ടുപേർക്ക് പറയേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളും. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്താണെന്നറിയോ, കിച്ച് അണ്ടർവേൾഡ് കിങ്ങാണ്. യെസ് ഗൈസ്, അപ്പൊ കിച്ചു അണ്ടർവേൾഡ് ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ദാവിദ് ഗ്രാമിന്റെ ഗ്യാങ്ങിലെ ഒരു കണ്ണി കൂടാണ്. ഇതൊക്കെയാണോ ഓലക്ക? എന്റെ പൊന്നു ബിഷപ്പേ, അവരിവരും പറയുന്ന കേട്ടിട്ട് ഒരു പാവം കിടാവിനെ അച്ഛൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അങ്ങയുടെ നാവിന്ന് വരാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞിരുന്നത്. ഇത് ആരെ ബോധിക്കാണെന്ന് അങ്ങ് പറഞ്ഞിരുന്നത്? ഈ പറയുന്ന രേണുവിനെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടോ മറ്റുള്ളവരെ കേട്ടിട്ട് കൊച്ചിനെതിരെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യും. അല്ലാതെ അതിന് മാത്രമുള്ള ഒരു കുറ്റവും തെറ്റും ഒന്നും അവൻ ചെയ്തിട്ടില്ല. പിന്നെ ബിഷപ്പിന് എന്ത് പറ്റി? എവിടെന്നെങ്കിലും എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? അണ്ടർവേൾഡിൽ നിന്ന് എവിടെന്നെങ്കിലും, ചിലപ്പോ ദുബായിന്നോ സൗദിന്നോ അജ്മാനിന്നോ അലയിന്നോ ഒക്കെ എന്താണ് പെട്ടെന്ന് രേണുവിനെ താത്തി കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് രേണുവിനെ പൊക്കി ഈ ക്ലാവിനെ താത്തിയിടുന്ന ഇവനെതിരെ നെഗറ്റിവിറ്റി ഇങ്ങനെ പ്രചരിപ്പിക്കണം? കിച്ചു, നീ നിന്റെ കാര്യം നോക്കി നിൽക്ക്, രേണുവിന്റെ കാര്യം നോക്കിയല്ലേ നിക്കണേ, നീ ഇങ്ങോട്ട് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ അവന്റെ കാര്യം നോക്കി ഒതുങ്ങി പോയിട്ട് തന്നെ ജീവിക്കണേ. രേണുവിന്റെ കാര്യം നോക്കി ഇരിക്കണം അല്ലെ? അവനെതിരെ പറയാനും അവനെതിരെ ആൾക്കാരെ ഉണ്ടാക്കാനൊക്കെ നിൽക്കണത് കിച്ചു അല്ല. കിച്ചുവിന്റെ വായിൽ പോയിട്ട് ആൾക്കുമ്പോ ഗതി കെട്ടിട്ട് അവൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്ന് തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യണത്. അവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ് ബിഷപ്പെ. രേണു ബിഷപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ പോവുക. ഇപ്പൊ എന്താ വേണ്ടേ? ഇവന്റെ പേരിലും കൂടി മാറ്റിയിട്ട് അത് രേണുവിന്റെ പേരിലും ഋതപ്പന്റെ പേരിലേക്ക് മാറ്റാനുള്ള അടുത്ത ശ്രമമായിരിക്കും ഇനി ബിഷപ്പിനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് നമ്മൾ മലയാളികളായ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ പോക്ക് എവിടിക്കാന്ന്. വെറുതെ ഇങ്ങനെ പറയരുത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ സംസാരിക്കുന്ന ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നും അല്ല അവന് നേരെ ഉപദ്രവിക്കാതിരിക്കുക അവനെ. പിന്നെ അപ്പൊ കിച്ചുവിന്റെ കാര്യം നോക്കി തന്നെയാണ് ബിഷപ്പെ ഒതുങ്ങി പോയി ജീവിക്കണം. അവനെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എല്ലാവരും കൂടി. ഇതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ച് ഇല്ലാതാക്കരുത് ആ കൊച്ചിന്റെ കരിയർ. അത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് വളർന്ന് പച്ച വെച്ച് ഒന്ന് പൊക്കോട്ടെ. തീർച്ചയായിട്ടും ഞാനിപ്പോ ഇതുപോലൊരു വീഡിയോ വീണ്ടും റിയാക്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും ഈ പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പട്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. നേരത്തെ പുള്ളിക്കാരൻ സംസാരിക്കുന്നതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഒരു സ്ഥലം കൊടുത്തു, ആ സ്ഥലത്തിന്റെ മറ്റ് ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ വിറ്റു പോകുന്നില്ല എന്നൊരു കാര്യം. ഇവർ തന്നെ ഇത് എന്തോ കാടാണ്, പുഴയാണ്, വരമ്പാണ്, എന്തോ മറ്റേ കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്, കാനനപ്പാതയാണ് എന്നൊക്കെ പറഞ്ഞവരാണ്. അപ്പൊ ഈ അതിന്റെ സ്ഥലം വിട്ടു പോകുന്നില്ല. അപ്പം ഒരു ദാനമായിട്ടൊരു സാധനം കൊടുത്തിട്ട് വീണ്ടും അവിടെ ഒരു ഡോമിനേഷൻ അവർ കാണിക്കുമ്പോഴത്തേക്ക് അതിനവിടെ ആ ഓണർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്താ നമുക്ക് മനസ്സിലായി. അത് നമ്മൾ വ്യക്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത് കാണിപ്പിച്ച് എന്നാൽ പുള്ളി തന്നെ നമുക്ക് വീണ്ടും കുത്തി ഇട്ട് വരുന്ന പല കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു രേണുവിനെ കുറിച്ച് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ വ്യൂവർ ഈ വ്യക്തി തന്നെ ആയിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ദൈവവിളി വന്നു കാണില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കംപ്ലീറ്റ്ലി ദ ബെസ്റ്റ് ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പഴയ 2 വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത്. ഞാൻ അവരുടെ നാടകം കണ്ടിട്ടില്ല. രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കേരളം എത്ര നന്നായിട്ട് പോയേനെ. രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ്. രേണുസുതി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, എൻ്റെ സങ്കടം ഹോം സിക്നെസ്സുമായി എനിക്കെന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു, വാർഡൻ മാഡം പുറത്ത് വിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. നഴ്സിംഗിന് 1.5 വർഷം ഞാനും രേണുവും തമ്മിൽ പേഴ്സണലായിട്ട് ഒരു കുഴപ്പവുമില്ല. സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു കുഴപ്പവുമില്ല. ഒരു പുരോഹിതനായിരുന്നു ബിഗ് ബോസിന്റെ കഥ അടിച്ചടിച്ച് വിട്ടോണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ കറക്റ്റ് എക്സ്പ്രഷനോടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ രേണുവിന്റെ ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്സ് കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ലേ? ടൂറിൽ പഠിച്ചപ്പോൾ എനിക്കൊന്നും കഴിഞ്ഞില്ല. ചോര കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടു. പിന്നെ വാർഡന്മാടം എന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കൊണ്ടുവന്ന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് DCA കോഴ്സ് പഠിച്ചതെന്ന് പറഞ്ഞത്. DCA നമ്മൾ DCA എന്ന് പറയാം. അവൾ ആ രേണുസുതി പറഞ്ഞത് എന്താണ്, എഞ്ചിനീയറാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ 3-4 കോഴ്സ് പഠിച്ചു. നേഴ്സിങ് എന്തായാലും നിങ്ങൾ എന്നെ എറിയുമല്ലോ. നേഴ്സിങ് പഠിച്ചു, DCA പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു. ഈ 3 കോഴ്സ് പഠിച്ചപ്പോഴും സുധി മരിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താജുദ്ദീൻ ഇടപെട്ട് മേടിച്ചു കൊടുത്തത്. ഏതിൻ്റെ? +2 SSLCയുടെ. നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുതി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എൻ്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുമല്ലോ. 2 സർട്ടിഫിക്കറ്റ്, +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലിരിക്കുന്നു. അത് താജുദ്ദീൻ സുധി മരിച്ച ഒരാഴ്ചക്ക് അത് എന്ത് ജോലിയാ അച്ഛാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പുരോഹിതന്റെ ജോലിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു ഇന്റർവ്യൂവിൽ തട്ടി വിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം? നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വളരെ മികച്ചൊരു ജോലിയിലാണ് ഇപ്പൊ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ജോലിക്ക് വ്യക്തമായ ഒരു മൂല്യം കൊടുക്കുന്നുണ്ട്. കാണുന്ന ആൾക്കാർക്ക് ആ ഒരു സഭയോടും ഈ ഒരു അച്ഛനോടും ഭയങ്കര ബഹുമാനം തോന്നുന്ന രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ 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 ബഹുമാനാർത്ഥനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനോടിടയ്ക്ക് ഇവർ ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവർ പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം, അത് ഞാൻ പ്രത്യേകം പറയാം. ടിവാൻഡം ഏതാ ടിവാൻഡോ എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഇവർ വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത്, അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ. ഇത്രയിടത്ത് വർക്ക് ചെയ്തു. പക്ഷേ സുധി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവരും പൊതുസമൂഹം കണ്ടതാണ്. ഇതാണ് ഈ വ്യക്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടും ആ നിൽക്കുന്ന സഭയോടും എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം ഈ രീതിയിലൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലേക്ക് രേണു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇട്ടുകൊടുത്ത്, അതേപോലെ ഞങ്ങളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ അറിവിലേക്കില്ലാത്ത, നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വീണ്ടും ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുകളായിട്ട് ഇട്ടുകൊടുത്ത് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? അന്ന് ഇനി എന്നെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാൻ നിൽക്കല്ലേ തുടങ്ങിയ കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ സാധനങ്ങളും ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ മറിയാനുള്ള കാരണം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ? നമ്മളൊരു രോഗാവസ്ഥയെ മാനിക്കുന്നതും ആ രോഗാവസ്ഥയെ തുടർന്ന് ആ ആളെ സപ്പോർട്ട് ചെയ്യുന്നതും എന്താണെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്തു തന്നെ. ആ സപ്പോർട്ടിൽ നിന്ന് എപ്പോഴാണ് പിന്മാറിയത്? അല്ലെങ്കിൽ ആ സപ്പോർട്ട് കൊടുത്തതിനകത്തൊരു ശരിയില്ലാന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും ആ രോഗാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ വീണ്ടും സൃഷ്ടിക്കുന്നത്. അതായത് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയിൽ അച്ഛനിത് എന്ത് പറ്റി അച്ഛാ? എന്തോ മനസ്സിലാകുന്നില്ല. സൈബർ ഇടങ്ങളിലേക്ക് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ കുത്തിപ്പറിക്കാനെന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ പല കാര്യങ്ങളും വിമർശിക്കാനും ചിന്തിപ്പിക്കാനും ചിന്തിച്ചതിനകത്ത് ശരിയുണ്ടെന്ന് കേൾപ്പിക്കാനും അറിയിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇപ്പൊ വന്നിട്ട് ഞാനൊന്ന് പറഞ്ഞില്ലേ, രാമനാരായണ ആലില താലിയാൽ നിന്നെ ഞാൻ കോർത്തിട്ടു. എവിടെ ഇട്ടു? ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ? എവിടെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവരുടെ സഭയിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലടേ, എനിക്ക് മനസ്സിലാവുന്നില്ല. സഭയിൽ ഇത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാറില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ താൻ കടവുൾ അന്ത മാതിരിയൊക്കെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി ഞാനായിട്ട് വാഗോണ്ട് പറയണ്ട. ആ മാറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. രേണുസുതിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. രേണുസുതി ബിഗ് ബോസിൽ പോയി, അപ്പൊ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ പൊതുജനങ്ങളെ ഈ രേണുസുതിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനോ? രേണുസുതിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകർ ഉണ്ടെന്നല്ല ഇപ്പം പറയുന്നത്. ആരാധിക്കട്ടെ.
ആരാധകരുണ്ടല്ലോ, അതാണല്ലോ താങ്കൾക്ക് ഭീഷണിയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് PR വർക്ക് ചെയ്യുന്ന ഒരു വളരെ സ്ട്രോങ് ടീമാണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏറെക്കുറെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ നിരീക്ഷണത്തിലാണെന്ന് എന്നോട് പോലീസ് പറഞ്ഞു. ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം, എനിക്കായിക്കൊള്ളട്ടെ വേറൊരാൾക്കായിക്കോട്ടെ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ആ ഒരു മാറ്റം, അതായത് ഇവർക്കെതിരെ പോലീസ് കേസ് കൊടുക്കാനും ഇവർക്ക് വേണ്ടി കമന്റ് ഇട്ട ആൾക്കാർക്കെതിരെ പോലീസ് കേസ് കൊടുക്കാനും ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് രേണുസുതി ബിഗ് ബോസിലായിരുന്ന സമയത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാൾക്കാർ പോകുന്നു. എന്നിട്ട് പറയാനൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തുമാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഹിപ്നോട്ടൈസ് ചെയ്ത് ആളെ മാറ്റിയോ? ഇത് എന്തുവാണ് ഇത്? മറ്റേ അനന്തം ഉണ്ടല്ലോ, അനന്തനെ എന്ത് കൊണ്ടുവരണം, എന്തുവെന്നൊന്നും മനസ്സിലാക്കി എനിക്കൊന്നും അങ്ങോട്ട് ക്ലാരിറ്റി ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. ദൈവമേ, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി പറയുന്ന ഒരു കാര്യം, ഇപ്പൊ പറഞ്ഞൊരു കാര്യം കാണാം, എന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാം. അവർ രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതിപ്പം നമ്മള് മാത്രമല്ല, അച്ഛനും നിയമ നടപടി ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ കൊള്ളാൻ തന്നെ. നല്ല കാര്യം. അപ്പ കണ്ടവനപ്പ. ഒരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവർക്കെല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ദൈവം ആയുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവർ മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയാ. പ്രാർത്ഥന നല്ലതാണ്, എപ്പോഴും നല്ല കാര്യമാണ്. മടങ്ങി വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. മടങ്ങി വരുവാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴത്തേന് അത് രേണുവിന് മാത്രമല്ല, ഈ ഒരു രോഗാവസ്ഥ, ഇങ്ങനെയുള്ള രോഗങ്ങൾ സർവൈവ് ചെയ്യുന്ന എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള കുഞ്ഞാടുകൾക്ക് എല്ലാവർക്കും വേണ്ടി. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അല്ലേ? ദൈവപുത്രന്മാരൊക്കെ അങ്ങനെ ആയിരിക്കണ്ടേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ക്രിസ്ത്യൻസിനെ മാത്രമേ ഞാൻ സംരക്ഷിക്കൂ, അതിൽ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അങ്ങനല്ലല്ലോ. എല്ലാവരും, ഇപ്പം നോബൽ ഫിലിപ്പ് മാത്രമല്ല, എല്ലാവരും ആ രീതിയിലല്ലേ ചിന്തിക്കേണ്ട. അങ്ങനെ അവരെ കൊണ്ട് മാത്രമല്ല ഈ രീതിയിലൊക്കെ ഒരു കർമ്മം ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റവനെ അങ്ങ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ രീതി ആക്കാത്തതാ ഞാൻ കിച്ചുവിൻ്റെ കാര്യം പറയാം. സോറി ഐ എം റിയലി സോറി. കിച്ചു അല്ല, എന്തുവായിരുന്നു അവൻ്റെ പേര്? രാഹുൽ ദാസ്. പോട്ടെ, കിച്ചു നമുക്ക് മാറ്റാം, നമുക്ക് രാഹുൽ ദാസ് എന്നാക്കാം. നല്ലൊരു പേരല്ലേ? അവൻ അച്ഛ ഇട്ട് കൊടുത്ത നല്ല അടിപൊളി പേര്, രാഹുൽ ദാസ്. അടിപൊളി പേര്, വെരി നൈസ് മാൻ. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവര് സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പ്രാർത്ഥന. കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഞാനും അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമ്മളെ പോലുള്ള എല്ലാവരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഇത് നോവലച്ചനല്ല. നോവലച്ചൻ്റെ ഇരട്ട സഹോദരനായിട്ടുള്ള നവംബർ ഫിലിപ്പ് അമ്പലവയൽ ആണ് സത്യമായിട്ടും. മറ്റേ പുള്ളിയായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു. കാരണം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് എങ്ങനെ വീണ്ടും ഇതുപോലെ പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവിളി വന്നേയിരിക്കില്ലേ? ദൈവവിളി. അപ്പം ദൈവപുത്രന് തന്നെ ദൈവവിളി വരിക എന്നുള്ളത് തന്നെ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമേ, ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഞാനും രേണുസുതിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാരെന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണുസുതിയും തമ്മിൽ ആ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് അതെങ്ങനെയാ? അത് ഏത് തരത്തിലുള്ള ന്യായീകരണമാണ്? നമ്മുടെ വാഗൊണ്ട് പറയുന്ന ഒരു കാര്യത്തിനകത്ത് വ്യക്തത പറയുന്നവൻ ആദ്യം വേണ്ടേ, അല്ലേ?
ഒരു പുരോഹിതനല്ലേ, പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ട. ഇപ്പൊ ഈ ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതിനൊരു വ്യക്തത ഇല്ലാതെ ചോദിച്ച ചോദ്യത്തിന്റെ കുഴപ്പമാണ്. ചോദിച്ച ചോദ്യമാണെങ്കിൽ നീ അങ്ങനെ ചോദിക്കരുത്. അത് ഒരു പുരോഹിതനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമല്ല. എനിക്ക് എല്ലാവരും ഒന്നാണ്, നീയും ഞാനും നിന്റെ അമ്മയും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്, അങ്ങനല്ലേ പറയേണ്ടത്. അല്ലാതെ ചോദിച്ച ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഉത്തരം പറയാൻ നിൽക്കല്ലേ, കണ്ടില്ല. നാളിതുവരെയും രേണുസുതിയും ഞാനുമായിട്ട് മുഖാമുഖം അവർ ഫാമിലി ആയിട്ടോ രേണുസുതിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു എന്തോ ഉണ്ടായത്, ഇങ്ങനെ ഒരു പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ സംഭവിച്ചു പോയത്. അങ്ങനെയല്ലേ സംഭവിച്ചത്. ഞാൻ ഇനിയൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം, അതും കൂടെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളങ്ങ് പോക്കോ കേട്ടോ. അപ്പം ശരി. കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയുണ്ടാക്കി പോകാൻ ഞാൻ വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകപ്പാടെ ചെയ്ത ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാര്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുതിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മനനഷ്ട കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിൻ്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുതി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണുസുതി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുതി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. കൊല്ലം സുധിയുടെ അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാർ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുക.